ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AI ബാച്ച്. ഈ ലൈഫ് സേവർ AI ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നോക്കാം, നമുക്ക് BJT എടുത്ത് നോക്കാം. BJT എന്ന് പറയുമ്പോൾ എന്താണ്? BJT എന്ന് വെച്ചാല് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അതിൽ തന്നെയുണ്ട് ബൈപോളാർ. ബൈപോളാർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. രണ്ടെണ്ണത്തിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണിന്റെ എഫക്റ്റ് അവിടെ വരുന്നുണ്ട്, ഹോളിന്റെ എഫക്റ്റ് അവിടെ വരുന്നുണ്ട്. ബൈപോളാർ. ഓക്കെ, അപ്പൊ BJT എന്താണെന്നാണ് നമ്മളവിടെ നോക്കാൻ പോണത്. BJT നമ്മളിപ്പോ പടം വരയ്ക്കുകയാണെന്ന് നോക്ക്, ഇങ്ങനെയാണ് വരാം. ഇതാണ് നമ്മുടെ BJT ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് BJT രണ്ട് തരത്തിലുണ്ട്. NPN ഉണ്ട്, PNP ഉണ്ട്. അതായത് രണ്ട് PN ജംഗ്ഷൻ കൂട്ടി വെച്ചതിനെയാണ് നമ്മൾ BJT എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും വീണ്ടും നോക്കുന്നുണ്ട്. ഇപ്പൊ ഇത്ര മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് PN ജംഗ്ഷൻ കൂട്ടി വെച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? BJT എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. NPN ട്രാൻസിസ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ NPN ട്രാൻസിസ്റ്റർ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇതൊരു PN ജംഗ്ഷൻ ആണ്. ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ട്. അങ്ങനെ രണ്ട് ജംഗ്ഷൻസ് അവിടെ വരുന്നുണ്ട് അല്ലെ? രണ്ട് ജംഗ്ഷൻ വരുന്നുണ്ട്. രണ്ട് ജംഗ്ഷൻ വരണമെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് 3 ടെർമിനൽ വരണം. ഓക്കെ, രണ്ട് ജംഗ്ഷൻ വരണമെങ്കിൽ അവിടെ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 ടെർമിനൽ വരണം. 3 ലെയർ ഓഫ് സെമി കണ്ടക്ടർ വരണം. അങ്ങനെയാണ് ഇവിടെ NPN എന്ന് പറഞ്ഞ 3 ലെയർ ഓഫ് സെമി കണ്ടക്ടർ വന്നേക്കണത്. ഇതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇവിടെ ഒരു ടെർമിനൽ ഇത്. അപ്പോൾ ഇതിന് നമ്മൾ എമിറ്റർ, എന്ന് പറഞ്ഞാൽ എന്താണ്? എമിറ്റർ. ഇതിന് നമ്മൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് ആണ്. ഇതിനെ നമ്മൾ C എന്ന് വിളിച്ചു. C എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടർ. അപ്പൊ അത് നമുക്കൊന്ന് മനസ്സിലായി. BJT എന്ന് പറഞ്ഞ ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. രണ്ട് ജംഗ്ഷൻ ആണ് അവിടെ വരുന്നത്. രണ്ട് ജംഗ്ഷൻ വരണമെങ്കിൽ അവിടെ മിനിമം 3 ലെയർ ഓഫ് സെമി കണ്ടക്ടർ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ 3 ലെയർ ഓഫ് സെമി കണ്ടക്ടർ വെച്ച് രണ്ട് ജംഗ്ഷൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ BJT. അത് NPN-ഉം ആവാം, PNP-യും ആവാം. ഇത്ര നമുക്ക് അറിയാം. ഇനി ഓരോന്നും എന്താ ചെയ്യണത് എന്നുള്ളത്. അതായത് എമിറ്റർ എന്താണ് ചെയ്യണത്? എമിറ്റർ റീജിയൻ എന്ന് വെച്ചാല് എമിറ്റ്സ് മെജോറിറ്റി കാരിയേഴ്സ്. മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യണ ഭാഗമാണ് ഈ എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മെജോറിറ്റി. അപ്പൊ എമിറ്റർ ആ ടെർമിനൽ എന്താണ് ചെയ്യണത്? അവിടുന്ന് എമിറ്റ് ചെയ്യും. എന്താണ് എമിറ്റ് ചെയ്യണത്? നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നു. അതായത് ഈ ഒരു റീജിയൻ. ഇപ്പൊ ഇവിടെ രണ്ട് ജംഗ്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ജംഗ്ഷനെ നമുക്ക് ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടോ? അതിനനുസരിച്ച് ഇതാണ് അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ ഇവിടെ വരുന്നത്. അതേപോലെ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ 3 ഭാഗങ്ങളുണ്ട്: എമിറ്റർ, കളക്ടർ, ബേസ്. എമിറ്റർ എന്താ ചെയ്യണേ? മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നതാണ് എമിറ്റർ റീജിയൻ. കളക്ടർ റീജിയൻ എന്താ ചെയ്യണത്? കളക്ട്സ് മെജോറിറ്റി കാരിയേഴ്സ്. ഈ എമിറ്ററിൽ നിന്ന് വരുന്ന മെജോറിറ്റി കാരിയേഴ്സിനെ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് കളക്ടറിനുള്ളത്. പിന്നെയുള്ളതാണ് എന്താണ്? ബേസ് ആണ്.
ഇവിടെ നടക്കുന്നതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ബേസ് ചെയ്യണത്. ഇത്ര മനസ്സിലാക്കി വെക്കുക. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. എമിറ്റർ എന്താ ചെയ്യണേ? മെജോറിറ്റി കാരിയേഴ്സിനെ എമിറ്റ് ചെയ്ത് വിടുന്ന ഭാഗമാണ് എമിറ്റർ. അതിനെ കളക്ട് ചെയ്യണ ഭാഗമാണ് കളക്ടർ. ഈ പ്രോസസ്സ് കൺട്രോൾ ചെയ്യണ ഭാഗമാണ് നമ്മുടെ ബേസ്. അപ്പൊ നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഈ കളക്ടർ റീജിയൻ നമ്മൾ കുറച്ച് വലുതാ വരയ്ക്കുക. എമിറ്റർ റീജിയൻ ഒരു സൈസ്, അതിന് ഏറ്റവും ചെറിയ സൈസ് ബേസ് ആയിരിക്കും, ഏറ്റവും വലുത് കളക്ടർ ആയിരിക്കും. ആ കളക്ടറിന്റെ റീജിയൻ എന്തുകൊണ്ടാണ് ഇത്ര വലുതാവാൻ കാരണം? അതായത് എമിറ്റർ റീജിയനിൽ നിന്ന് വരുന്ന എല്ലാ മെജോറിറ്റി കാരിയേഴ്സിനെയും, ഇവിടുന്ന് വരുന്ന എല്ലാ മെജോറിറ്റി കാരിയേഴ്സിനും നമുക്ക് കളക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ വേണം കളക്ടറിന്, അല്ലെ? പിന്നെ കൂടുതൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്, ഇവിടുന്ന് വരുന്ന മൊത്തം നമുക്ക് കളക്ട് ചെയ്യണം. അപ്പൊ അതിനുള്ള സ്പേസ് വേണം. അപ്പൊ ആ ഒരു ഏരിയ എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. കളക്ടറിന്റെ ഏരിയ എപ്പോഴും കൂടുതൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് നമ്മളിപ്പോ BJT എന്താണെന്നാണ് നമ്മളിപ്പോ പഠിക്കുന്നത്. അപ്പോൾ BJT എന്താണ് പഠിക്കുന്നത്? നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് അറിയണം, അല്ലെ? എന്തുകൊണ്ടാണ് BJT? വൈ BJT? അതാണ് നമ്മുടെ ചോദ്യം. വൈ BJT? ഈ BJT എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ആവശ്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ PN ജംഗ്ഷൻ ഒക്കെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വന്നിരുന്നത്? VA ഗ്രാഫ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ എന്തായിരുന്നു? വോൾട്ടേജ് ഇവിടെയും ഇവിടെ കറന്റും ആണ് എടുത്തിരുന്നത്, I. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് റീജിയനും ഇത് റിവേഴ്സ് ബയസ് റീജിയനും ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വന്നിട്ട് ഫോർവേഡ് ബയസിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു പോയിന്റ് ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി. ഇതാണ് ഫോർവേഡ് ബയസിലുള്ള അതിന്റെ ക്യാരക്ടർ. നോർമൽ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ് വരുന്നത്. അത് ഒരു വോൾട്ടേജ് ഉണ്ട് ഇവിടെ. ആ വോൾട്ടേജ് എത്രയായിരുന്നു? V ഗാമ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കട്ടിൻ വോൾട്ടേജ് ആണ് V ഗാമ. അതുവരെ ഇങ്ങനെ പതുക്കെ ഇത്തിരീശ കൂടി പോയിട്ട് ഒരു പോയിന്റ് കഴിയുമ്പോൾ നല്ല രീതിയിൽ കൂടി പോവാണ് ഫോർവേഡ് ബയസിൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ വ്യക്തമായിട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്നത് റിവേഴ്സ് ബയസ്. റിവേഴ്സ് ബയസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പതുക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെയാണ് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഫോർവേഡ് ബയസിൽ മെയിൻ ആയിട്ട് ഈ കറണ്ട് ഫോം ചെയ്തത് എന്തിന്റെ ബേസിസിലാണ്? മെജോറിറ്റി കാരിയേഴ്സിന്റെ ബേസിസിലാണ് ഫോർവേഡ് ബയസിൽ എന്തുണ്ടായിട്ടുള്ളത്? കറണ്ട് ഫ്ലോ ഉണ്ടായിട്ടുള്ളത്. റിവേഴ്സ് ബയസിൽ അത് നേരെ തിരിച്ച് മൈനോറിറ്റി കാരിയേഴ്സിന്റെ കേസിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫോർവേഡ് കറണ്ട് ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്, അല്ലെ? ഇവിടെ ഉണ്ടായിട്ടുള്ള കറണ്ട്, ഈ ഫോർവേഡ് ബയസിൽ ഉണ്ടായിട്ടുള്ള കറന്റിനെ നമ്മൾ ഫോർവേഡ് കറന്റ് എന്ന് പറയും, IF. ഫോർവേഡ് കറന്റ്. ഈ ഫോർവേഡ് കറന്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? ഫോർവേഡ് വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്, അല്ലെ? ഇവിടെ ഫോർവേഡ് കറന്റ് എന്ന് പറഞ്ഞത്, ഫോർവേഡ് കറന്റ് IF എന്ന് പറയുന്നത് ഇവിടെ വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. പക്ഷെ വോൾട്ടേജിനെ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? ഈ ഗ്രാഫ് എങ്ങനെയാ പോയേക്കണത്? ഈ ഗ്രാഫ് പോയേക്കണത് എക്സ്പോണൻഷ്യലി ആണ് പോയേക്കണത്, അല്ലെ? അപ്പോൾ IF എന്ന് പറഞ്ഞ കറന്റ് എന്ന് പറയുന്നത് ഫോർവേഡ് വോൾട്ടേജിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. e⁻v എന്ന് വിളിക്കാം. എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ എക്സ്പോണൻഷ്യൽ ആയിട്ട് നമ്മൾ അതിന്റെ കാര്യം നോക്കുമ്പോൾ എന്താണ്? എക്സ്പോണൻഷ്യൽ ആയിട്ടാണെന്ന് വെച്ചാല് നമുക്ക് ആ ഒരു കറന്റിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇത് ഒറ്റയടിക്ക് കൂടി അങ്ങ് കയറി അങ്ങ് പോവാണ് വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജിന് ചെറിയ വ്യത്യാസം, വോൾട്ടേജിലുള്ള ചെറിയ വ്യത്യാസത്തിന് തന്നെ ഹൈ എമൗണ്ടിക്കാണ് കറന്റിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ അത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഫോർവേഡ് ബയസിന്റെ കേസിൽ. ഓക്കെ. അപ്പൊ ഇത്ര മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ നേരെ റിവേഴ്സ് ബയസിൽ വരണമെന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ കറണ്ട് ഉണ്ടാവുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് വഴിയാണ് കറണ്ട് ഉണ്ടായത്. ഓക്കെ. അപ്പോ ഇവിടത്തെ കേസ് എടുക്കുമ്പോൾ എന്താണ്? ഇത് വോൾട്ടേജിനെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇതിന്റെ വാല്യൂ കണ്ടില്ലേ? വോൾട്ടേജിനെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതൊരു കോൺസ്റ്റന്റ് വാല്യൂ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കേസ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടത്തെ കറന്റ് എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ പറ്റും.
ഫോർവേഡ് ബയസ് ചെയ്ത കറണ്ട് എന്ന് വെച്ചാൽ അത് മെജോറിറ്റി കാരിയേഴ്സ് വഴിയാണ് ഉണ്ടാവുന്നത്. മെജോറിറ്റി കാരിയേഴ്സ് ഡിഫ്യൂഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. ആ കറണ്ട് ഉണ്ടാവുന്നതൊക്കെ അതിന്റെ പോസിറ്റീവ് ആണ്. പക്ഷെ അതിന്റെ മെയിൻ നെഗറ്റീവ് എന്നായിട്ട് വരുന്നത് എന്താണ്? നമുക്ക് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ പക്ഷെ എവിടെയാ പറ്റുക? നമ്മുടെ മൈനോറിറ്റി റിവേഴ്സ് ബയസിലുള്ള കറണ്ട് ഇല്ലേ, അത് അവിടെയാണ് പറ്റുക. അവിടെ ഉള്ള ഈ കറന്റ് I0 റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് I0 എന്ന് പറയുന്നത് 10⁻⁻14 ആണ്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുതാണ്. 10⁻⁻14 എന്ന് പറഞ്ഞു വെച്ചാൽ വളരെ ചെറിയ വാല്യൂ കറണ്ട് ഉള്ളു. അതാണ് അതിന്റെ ഡ്രോബാക്ക്. പക്ഷെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ റിവേഴ്സ് ബയസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫോർവേഡ് ബയസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? ഒരു ജംഗ്ഷൻ ഉള്ളൂന്ന് വെച്ചാല് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കറണ്ടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഫോർവേഡ് ബയസിൽ നമുക്ക് മെജോറിറ്റി കാരിയേഴ്സ് വഴിയുള്ള കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കറണ്ടിനെ കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് 2 PN ജംഗ്ഷൻസും കൂടി നമ്മൾ എടുത്തു വെച്ചപ്പോൾ നമുക്ക് അവിടെ സാധ്യമാണ്. 2 PN ജംഗ്ഷൻസ് നമ്മൾ എടുത്തു വെച്ചു. 2 PN ജംഗ്ഷൻസ് നമ്മൾ എടുത്തു വെച്ചപ്പോൾ എന്തുണ്ടായേ? 2 PN ജംഗ്ഷൻസ് എടുത്തു വെച്ചപ്പോ ഒരെണ്ണം, ഒരു ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയിട്ടും വേറൊരു ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയിട്ട് വെക്കാൻ പറ്റിയെന്ന് വെച്ചാല് നമുക്ക് ഇവിടെ കറണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വരുന്നത് ഫോർവേഡ് ജംഗ്ഷനിൽ കറണ്ട് ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് ഫോം ചെയ്തിട്ട് ആ ഹൈ എമൗണ്ട് ഓഫ് കറണ്ടിനെ നേരെ അവിടേക്ക് വിടാ, റിവേഴ്സ് ബയസിക്ക് വിടാം. റിവേഴ്സ് ബയസിക്ക് വിട്ടുന്നെങ്കിൽ അവിടെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് BJT. BJT മെയിൻ ആയിട്ട് നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കണമെന്ന് വെച്ചാല് നമ്മുടെ NPN ട്രാൻസിസ്റ്റർ തന്നെ, നമ്മുടെ NPN ട്രാൻസിസ്റ്റർ ഇതാണ്. ഇതെന്താണ്? എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോ ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ N റീജിയൻ ഇതാണ്, P റീജിയൻ ഇതാണ്, വീണ്ടും ഇതൊരു N റീജിയൻ ആണ് കളക്ടർ. ഇത്ര നമുക്കറിയാം. ഇവിടെ എന്താ ഉണ്ടായിരിക്കണമെന്ന് വെച്ചാല് 2 ജംഗ്ഷൻ ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇത് ഫോർവേഡ് ബയസ് ആണ്. ഇത് കളക്ടർ ബേസ് ജംഗ്ഷൻ. ഇതെന്താണ്? റിവേഴ്സ് ബയസ് ആണ്. അപ്പോൾ ഡിപ്രീഷൻ വിഡ്ത്തിന്റെ വ്യത്യാസം വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫോർവേഡ് ബയസ് ആണെന്ന് വെച്ചാൽ അത് ചുമ്മും, റിവേഴ്സ് ബയസ് ആണെന്ന് വെച്ചാൽ അത് വലുതാവും. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതേപോലെയാണ് ഞാൻ വരച്ചേക്കണത്. ശ്രദ്ധിക്കുക പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ NPN ട്രാൻസിസ്റ്റർ നമ്മൾ എടുത്തു. അപ്പോൾ NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് ഇവിടെ എന്താണ്? മെജോറിറ്റി കാരിയേഴ്സ് ആണ് ഇവിടെ മൂവ് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. N റീജിയൻത്തെ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇവിടെ ഫോർവേഡ് ബയസിൽ എന്തുണ്ടാവും? മെജോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷനിലൂടെ മൂവ് ചെയ്തിട്ട് P റീജിയനിക്ക് വരും. ഓക്കെ, മെജോറിറ്റി കാരിയേഴ്സ് മൊത്തം നമ്മുടെ P റീജിയനിക്ക് പോയി, അതായത് ബേസിക്ക് പോയി. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞെന്ന് വെച്ചാല് നെക്സ്റ്റ് എന്താണ്? ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് ബയസ് ആണ്. അത് നമുക്ക് അറിയാം. പക്ഷെ നമ്മളിവിടെ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഫസ്റ്റത്തെ കേസിൽ ഫോർവേഡ് ബയസ് ആണ്. ഫോർവേഡ് ബയസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് ആദ്യമേ പഠിച്ചിട്ടുണ്ട്. ഫോർവേഡ് ബയസ് എന്ന് വെച്ചാൽ മെജോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മുടെ ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രോൺസ് മൊത്തം എവിടേക്ക് എത്തി? നമ്മുടെ ബേസ് റീജിയനിലേക്ക് എത്തി. ബേസ് റീജിയൻ എന്ന് വെച്ചാൽ P ആണ്, P റീജിയൻ ആണ്. അപ്പൊ ഇലക്ട്രോൺസ് മൊത്തം P റീജിയനിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ P റീജിയനെ വെച്ച് നോക്കുമ്പോൾ P റീജിയന്റെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഈ വന്നേക്കണ ഇലക്ട്രോൺസ് മൊത്തം. അപ്പോ ഈ ഇലക്ട്രോൺസ് P റീജിയൻ എത്തി, അവിടുന്ന് വീണ്ടും ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നമ്മുടെ കളക്ടർ റീജിയനിലേക്ക് എത്തിയെന്ന് വെച്ചാല് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകുന്നത് എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് അവിടെ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പോകുന്നത് അത് നമ്മൾ റിവേഴ്സ് ബയസ് ആണ്. ഇതാണ് ഇവിടെ വന്നേക്കണത്. അതായത്
ഫസ്റ്റ് കേസിൽ വന്നിട്ടുള്ള ഇവിടുത്തെ ഫോർവേഡ് കറന്റ് IF എന്ന് പറയുന്നത് സെക്കൻഡ് ജംഗ്ഷൻ കവർ ചെയ്ത് പോകുമ്പോൾ അതെന്തായി, റിവേഴ്സ് കറന്റ് ആയി. എന്ന് പറഞ്ഞു വെച്ചാല് ഫോർവേഡ് കറന്റ് ഈസ് കൺവേർട്ടഡ് ടു റിവേഴ്സ് കറന്റ്. പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇവിടെ രണ്ട് ജംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റത്തെ ജംഗ്ഷൻ ഫോർവേഡ് ബയസും രണ്ടാമത്തെ ജംഗ്ഷൻ റിവേഴ്സ് ബയസും. ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡിപ്രീഷൻ ആ ജംഗ്ഷൻ ഇല്ലേ, ജംഗ്ഷനിലൂടെ മെജോറിറ്റി കാരിയേഴ്സ് ആണ് പാസ് ചെയ്ത് പോകുന്നത് വെച്ചാല് അതെന്താണ്, ഫോർവേഡ് ബയസും. മൈനോറിറ്റി കാരിയേഴ്സ് ആണ് പാസ് ചെയ്ത് പോകുന്നത് വെച്ചാല് അതെന്താണ്, റിവേഴ്സ് ബയസ് ആണ്. ഇവിടെ ഫോർവേഡ് ബയസ് എന്ന് പറയുമ്പോ നമ്മുടെ ഇലക്ട്രോൺ ആണ്. ഇപ്പൊ N റീജിയനിൽ നിന്ന് P റീജിയനിലേക്കാണ് പോകുന്നത്. N റീജിയനിൽ നിന്ന് P റീജിയനിലേക്ക് പോകുമ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ആണ് ഇലക്ട്രോൺസ്. പക്ഷെ P റീജിയനിൽ നിന്ന് നെക്സ്റ്റ് കളക്ടർ ബേസ് ജംഗ്ഷൻ P റീജിയനിൽ നിന്ന് N റീജിയനിലേക്കാണ് പോകുന്നത്. P റീജിയന്റെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് അപ്പുറത്തേക്ക് ഫ്ലോ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് കേസിൽ ഫോർവേഡ് ബയസ് ഈ കറന്റ് ഫോം ചെയ്തത് അത് നേരെ കൺവേർട്ട് ചെയ്തിട്ട് എവിടേക്ക് എത്തി, റിവേഴ്സ് കറന്റ് ആയി മാറി. റിവേഴ്സ് കറന്റ് ആയി മാറുമ്പോൾ എന്താണ് ഗുണം, റിവേഴ്സ് കറന്റ് ആയി മാറുമ്പോൾ നമുക്ക് അവിടെ കറന്റിനെ കൺട്രോൾ ചെയ്യാം. അതായത് അൺകൺട്രോൾഡ് കറന്റിനെ നമ്മൾ എന്താക്കി, കൺട്രോൾഡ് കറന്റ് ആക്കി. ഇവിടെ വരുന്ന കേസിൽ BJT ആയപ്പോൾ നമുക്ക് കറന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഓക്കെ, ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മൾ കുറെ റീജിയൻസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിലെ ഒരു ആക്റ്റീവ് റീജിയൻ എന്ന് പറയാം. ഒരു ആക്റ്റീവ് റീജിയനിൽ എന്താണ് നടക്കുന്നത് എന്നാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. അത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആ ഒരു ഒന്നും കൂടി ഈ തിയറി അല്ല, സംഭവം അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ആ പോർഷൻ എത്തുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. അപ്പൊ ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്, NPN ട്രാൻസിസ്റ്റർ എടുത്തു. NPN ട്രാൻസിസ്റ്റർ എടുത്തപ്പോ നമ്മുടെ എമിറ്റർ റീജിയനിൽ എന്താണ്, N ആണ് അല്ലെ, N ടൈപ്പ് ആണ്. അവിടെ ഇലക്ട്രോൺസ് ഉണ്ട്. അവിടെയുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അവിടെയുള്ള ജംഗ്ഷൻ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് ബേസിലേക്ക് പോകും. ബേസ് എന്ന് വെച്ചാൽ P റീജിയൻ ആണ്. അപ്പൊ ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. അവിടെ ഫോം ചെയ്യുന്ന കറന്റ് ഫോർവേഡ് കറന്റ് ആണ്. ഇവിടെ ഫോം ചെയ്തിട്ടുള്ള കറന്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോർവേഡ് കറന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് P റീജിയനിൽ നിന്ന് പിന്നീടും N റീജിയനിലേക്ക് പോകുമ്പോൾ P റീജിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയർ ആണ്. ആ മൈനോറിറ്റി കാരിയർ ആണ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് N റീജിയനിലേക്ക് പോയേക്കുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കറന്റ് എന്ന് പറയുന്നത് റിവേഴ്സ് കറന്റ് ആണ്. അതായത് ഫോർവേഡ് കറന്റ് ഈസ് കൺവേർട്ടഡ് ടു റിവേഴ്സ് കറന്റ്. ഫോർവേഡ് കറന്റ് എന്നിട്ട് നമ്മുടെ തിയറി പ്രകാരം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കറന്റ് ആയിരുന്നു. ഹൈ വാല്യൂ ആണ്, കറന്റിന് ഹൈ വാല്യൂ ആണ്, അതതിന്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്ക് ആ കറന്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അത് എക്സ്പോണൻഷ്യൽ ആയിരുന്നു. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ജംഗ്ഷൻ കൂടി വെച്ചപ്പോൾ എന്തായി, ആ വലിയ എമൗണ്ട് ഫോം ചെയ്തിട്ടുള്ള അൺകൺട്രോൾഡ് ഫോമിലുള്ള ആ കറന്റിനെ നമ്മൾ എന്താക്കി മാറ്റി, റിവേഴ്സ് കറന്റ് ആക്കി മാറ്റി. റിവേഴ്സ് കറന്റ് ആക്കിയപ്പോ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റി. ഇതാണ് BJT അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ BJT യൂസ് ചെയ്തതെന്ന്? PN ജംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഒറ്റ ജംഗ്ഷൻ വെച്ച് നോക്കണെന്ന് വെച്ചാല് അവിടെ കറന്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ആ കറന്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. BJT ആയപ്പോ രണ്ട് ജംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ എന്തായി, നമുക്ക് ഈ പറഞ്ഞ അൺകൺട്രോൾഡ് ഫോമിലുള്ള കറന്റിനെ നമുക്ക് എന്താക്കാം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് മാറി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആണെന്ന് വെച്ചാല് ക്ലിയർ എന്നൊന്ന് ജസ്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ എനിക്കൊരു സമാധാനം ഉണ്ട് ഇവിടെ പഠിപ്പിക്കുമ്പോ, മനസ്സിലായി എന്ന് മനസ്സിലാക്കുമ്പോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മളിവിടെ നോക്കണെന്ന് വെച്ചാല് എമിറ്റർ റീജിയൻ ഉണ്ട്, ബേസ് റീജിയൻ ഉണ്ട്, കളക്ടർ റീജിയൻ ഉണ്ട് അല്ലെ? അപ്പൊ എമിറ്റർ റീജിയൻ, അപ്പൊ നമുക്കിവിടെ കറണ്ട് ഫോം ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്താണ്, എമിറ്റർ റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് എവിടേക്ക് പോണ്, കളക്ടർ റീജിയനിലേക്ക് പോണ്. എമിറ്റർ റീജിയൻ എമിറ്റ് ചെയ്യുന്നു, ബേസ് ത്രൂ ആ സാധനം നേരെ കളക്ടർ റീജിയനിലേക്ക് എത്താണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പോ എമിറ്റർ റീജിയനിലെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും അല്ലെ? നമുക്കിപ്പോ ഹൈ കറന്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്, ഫോം ചെയ്യുന്നത്. നമുക്ക് ഹൈ കറന്റ് അല്ല ആവശ്യം, പക്ഷെ അത് കൺട്രോൾ ചെയ്യണം. അതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ഹൈ കറന്റ് വേണം താനും, പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും വേണം. ഇതാണ് നമ്മുടെ ആവശ്യം വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ
നമ്മുടെ NPN ട്രാൻസിസ്റ്റർ എടുത്തോ, ഇത് സെയിം തന്നെയായിട്ട് നമ്മുടെ PNP എടുക്കും. PNP എടുക്കുമ്പോൾ ഹോളിന്റെ കേസ് എടുത്ത് പറയണമെന്നുള്ളൂ. നമ്മളിപ്പോ NPN വെച്ചിട്ട് മൊത്തം പറഞ്ഞ് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോ നമുക്ക് എന്താണ്, ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് എമിറ്റർ നിന്ന് കളക്ടറിലേക്ക് പോകണം. ഓക്കെ, എമിറ്റർ നിന്ന് കളക്ടറിലേക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് പോകണം. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എമിറ്റർ റീജിയനിൽ ഉണ്ടാവേണ്ട ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കണം. അങ്ങനെ വളരെ കൂടുതലാണെന്ന് വെച്ചാൽ അവിടെയുള്ള ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോ എമിറ്റർ എടുത്തു, എമിറ്റർ അവിടുത്തെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ, അതിന് നമുക്ക് തൽക്കാലം NE എന്ന് ഡിനോട്ട് ചെയ്യാം. എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഇലക്ട്രോൺസ് മൊത്തം എവിടേക്കാ പോണത്, നമ്മുടെ P റീജിയനിലേക്കാ പോണത് അല്ലെ. ഈ ഇലക്ട്രോൺസ് മൊത്തം N റീജിയനിൽ നിന്ന് ആദ്യം പോണത് എന്താണ്, P റീജിയനിലേക്കാണ് പോണത് അല്ലെ. കളക്ടർ N റീജിയനിൽ, അതായത് എമിറ്ററിന്ന് P റീജിയൻ പോയി വീണ്ടും N റീജിയനിലേക്കാണ് എത്തുന്നത്. അപ്പോ N റീജിയനിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് P റീജിയനിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക, അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അവിടെയുള്ള പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ P റീജിയനിൽ ഇഷ്ടം പോലെ ഹോൾസ് അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് N റീജിയനിൽ നിന്ന് P റീജിയനിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഹോൾസുമായി റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് മൊത്തം P റീജിയനുള്ള ഹോൾസുമായി കൂടിച്ചേർന്ന് അവിടെ റീകോമ്പിനേഷൻ നടക്കും. അപ്പോ നമ്മുടെ എമിറ്റർ റീജിയനിൽ നിന്ന് വരുന്ന എല്ലാ ഇലക്ട്രോണും കളക്ടർ റീജിയനിലേക്ക് എത്തില്ല. എമിറ്റർ റീജിയനിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസ് മൊത്തം നമ്മുടെ P റീജിയനിൽ വെച്ച് ഹോൾസ് ആയിട്ട് കൂടിച്ചേരുമ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസ് എവിടെ എത്തുള്ളൂ, കളക്ടർ റീജിയനിൽ എത്തുള്ളൂ. ലെസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്തുള്ളൂ. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് എന്താ, എമിറ്റർ എന്നുള്ള മാക്സിമം ഇലക്ട്രോൺസ് എവിടെ എത്തണം, കളക്ടർ റീജിയനിലേക്ക് എത്തണം. മാക്സിമം ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് കളക്ടറിൽ എത്തണം. പക്ഷെ അവിടെ അത് തടസ്സപ്പെടുത്തുന്നത് ആരാ, നടുക്കിലുള്ള P റീജിയനിൽ റീകോമ്പിനേഷൻ നടക്കുന്നതുകൊണ്ട് എത്തില്ല. എല്ലാ ഇലക്ട്രോൺസും കളക്ടർ റീജിയനിലേക്ക് എത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ബേസ് റീജിയനിൽ നടക്കുന്ന റീകോമ്പിനേഷന്റെ എണ്ണം കുറയ്ക്കണം. അത് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അത് കുറയ്ക്കണം. അതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോ നമ്മുടെ P റീജിയനെ വെച്ച് നോക്കുമ്പോ അവിടെയുള്ള ഹോൾസിന്റെ എണ്ണം എന്തായിരിക്കണം, കുറവായിരിക്കണം അല്ലെ. ബേസിൽ കുറവ് ഹോൾസ് ഉള്ളതെന്ന് വെച്ചാൽ കുറവ് റീകോമ്പിനേഷനെ നടക്കുള്ളൂ. അപ്പൊ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അറ്റ് P റീജിയൻ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ നമ്മുടെ ബേസ് എടുത്തു എന്ന് വിചാരിക്ക്, ബേസ് എടുത്തു എന്ന് വെച്ചാല് അവിടെ എന്താണ്, ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, അവിടുത്തെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് NB എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. ലോ ആണെങ്കിൽ അവിടെ റീകോമ്പിനേഷൻ നടക്കില്ല, കുറവേ നടക്കുള്ളൂ. അപ്പോ അടുത്ത വരുന്നത് കളക്ടറാണ്. കളക്ടറിന് ഇതിന് വലിയ ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അവിടുത്തെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു NC, ഒരു മോഡറേറ്റ്ലി ഡോപ്ഡ് എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ ക്ലാസ്സസിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ട്, എമിറ്റർ എന്ന് വെച്ചാൽ ഹൈലി ഡോപ്ഡ് റീജിയൻ ആണ് എമിറ്റർ, ലോ ഡോപ്ഡ് അല്ലെങ്കിൽ ലെസ് ഡോപ്ഡ് റീജിയൻ ആണ് ബേസ്, കളക്ടർ റീജിയൻ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് ഞാൻ പറയുന്നത്. എമിറ്റർ റീജിയനിൽ നമുക്ക് എന്താ വേണ്ടത്, ഹൈ കറന്റ് ആണ് വേണ്ടത്. ഹൈ കറന്റ് വരുന്ന വെച്ചാല് ലോട്ട്സ് ഓഫ് ഇലക്ട്രോൺസ് എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് പോകണം. ഓക്കെ, എമിറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്ത എല്ലാ ഇലക്ട്രോൺസും കളക്ടറിൽ എത്തിയെന്ന് വെച്ചാലാണ് നമുക്ക് എന്ത് പറയുന്നത്, അവിടെ ഹൈ എമൗണ്ട് ഓഫ് കറന്റ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എമിറ്ററിൽ നിന്ന് ആദ്യം വരുന്നത് ബേസിലേക്കാണ്. ബേസ് എന്ന് വെച്ചാൽ P റീജിയൻ ആണ്. അവിടെ ഹോൾസ് ഉണ്ട്. ഹോൾസ് ആയിട്ട് റീകോമ്പിനേഷൻ നടക്കുമ്പോൾ ലെസ് എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് കളക്ടറിൽ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റീകോമ്പിനേഷൻ അവിടെ തടയണം. റീകോമ്പിനേഷൻ തടയാന്ന് വെച്ചാൽ അവിടെയുള്ള ഹോൾസിന്റെ എണ്ണം നമ്മൾ കുറയ്ക്കണം. അവിടെയുള്ള ഹോൾസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അവിടെ
ഡോപ്പിംഗ് വളരെ കുറവായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് എമിറ്ററിന്ന് കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പോകണം അല്ലെ, കുറെ നമ്പർ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് അവിടെ നിന്ന് പോകണം. അതുകൊണ്ട് അത് നമ്മൾ ഹൈലി ഡോപ്ഡ് ആക്കി വെക്കും. ലെസ് റീകോമ്പിനേഷൻ ആണ് നടക്കേണ്ടത്. അതുകൊണ്ട് ബേസ് നമ്മൾ ലോ ഡോപ്ഡ് റീജിയൻ ആക്കി വെക്കും. കളക്ടറിന് അങ്ങനെ യാതൊരു ബന്ധമില്ല, അത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒരു നോർമൽ കേസിൽ നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇതേപോലെയാണ് വരുന്നത്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഇവിടെ എമിറ്റർ വരുന്നുണ്ട്, ഇവിടെ ബേസ് വരുന്നുണ്ട്, ഇവിടെ കളക്ടർ വരുന്നുണ്ട്, ഇവിടെ ഏറ്റവും ഹൈ പിന്നെ ലോ, ഇതൊരു മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇത്ര സംഭവം ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെയാണ് പി എൻ പി ട്രാൻസിസ്റ്റർ വരുന്നത്. എൻ പി എന്ന് പകരം ഇത് പി എൻ പി ആയിട്ട് വരുന്നു മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ ഇലക്ട്രോണിന്റെ കേസിൽ മൊത്തം പോൾസ് ആക്കി മാറ്റിയാൽ മാത്രം മതി. പറഞ്ഞ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്കൊരു 4 കേസ് ഓഫ് ഓപ്പറേഷൻ. ഇപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി. 2 ജംഗ്ഷൻ ഉണ്ട്. ഈ 2 ജംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ മൊത്തം നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ 2 ജംഗ്ഷൻ വന്നിട്ടുണ്ട്. ആ 2 ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഒന്ന് ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ, ഇതാണ് ഫസ്റ്റത്തെ ജംഗ്ഷൻ. രണ്ടാമത്തെ ജംഗ്ഷൻ എന്ന് പറയുന്നത് കളക്ടർ ബേസ് ജംഗ്ഷൻ ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള 2 ജംഗ്ഷൻ വന്നിട്ട്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഉണ്ട്, കളക്ടർ ബേസ് ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് നോക്കാം ഒരു കണ്ടീഷൻ. ഇത് ഫോർവേഡ് ബയസ് ആണ്, ഇത് ഫോർവേഡ് ബയസ് ആണ്. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ എന്തായിരിക്കും, എന്തായിട്ടാണ് നമ്മുടെ BJT വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോർവേഡ് ബയസും ഇവിടെ ഫോർവേഡ് ബയസ് ആണെന്നിട്ട് നമ്മുടെ ഓപ്പറേഷൻ വരുന്നത് സാച്ചുറേഷൻ എന്നാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഒന്നും പഠിക്കണ്ട. അപ്പൊ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഫോർവേഡ് ബയസ് ആണ്, കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഫോർവേഡ് ബയസ് ആണ്, ഓപ്പറേഷൻ വരുന്നത് സാച്ചുറേഷൻ ആണ്. ഇനി നമുക്ക് അടുത്ത കേസ് പറയാം. ഫോർവേഡ് ബയസ്, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആണെങ്കിൽ അത് ആക്റ്റീവ് റീജിയൻ ആണ്. ഈ ഒരു കേസാണ് ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര നേരം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആക്റ്റീവ് റീജിയനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ആക്റ്റീവ് റീജിയനിൽ ഇത് എന്താ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അടുത്തത് വരുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ, അത് റിവേഴ്സ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ അത് റിവേഴ്സ് ബയസ്ഡ് ആണെങ്കിൽ ഇത് എന്താണ്, കട്ട് ഓഫ് ആണ്. പിന്നെ വരുന്നത് ഇത് റിവേഴ്സ് ബയസ്ഡും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡും ആണെങ്കിൽ റിവേഴ്സ് ആക്റ്റീവ് എന്നും പറയും. ഇത്ര കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് എന്താണ് നടക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ബോത്ത് ജംഗ്ഷൻ, 2 ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണെന്ന് പറയുന്നത് അല്ലെ. എമിറ്റർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണ്, കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണ്. എമിറ്റർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണ്, കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആണെന്ന് വെച്ചാൽ എമിറ്റർ റീജിയനിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ പാസ് ചെയ്ത് എവിടേക്ക് വരും? നമ്മുടെ ബേസ് റീജിയനിലേക്ക് വരും. ഇതുപോലെ തന്നെ കളക്ടർ ബേസ് ജംഗ്ഷനും ഫോർവേഡ് ബയസ് ആണെങ്കിൽ കളക്ടർ റീജിയനിലുള്ള നമ്മുടെ മെജോറിറ്റി കാരിയർ പാസ് ചെയ്ത് ഇവിടേക്ക് വരും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മുടെ ജംഗ്ഷനിൽ എന്തുണ്ടാവണം? ലാർജ് എമൗണ്ട് ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് വരും. ലാർജ് എമൗണ്ട് ഓഫ് മെജോറിറ്റി കാരിയേഴ്സ് എവിടെ വരും? നമ്മുടെ ബേസ് റീജിയനിലേക്ക് വരും. അതാണ് നമ്മുടെ സാച്ചുറേഷനിൽ നടക്കുന്നത്. ഈ സാച്ചുറേഷൻ എന്ന് നടക്കുന്നതിന് നമ്മൾ അതിനൊരു ഓൺ സ്വിച്ച് എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ. നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഏതാണ്? ആക്റ്റീവ് റീജിയൻ ആണ്. അത് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആണ്. അതിന്റെ തിയറി മൊത്തമാണ് ഞാൻ ഇത്ര നേരം ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് വരുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്, രണ്ടും റിവേഴ്സ് ബയസ്ഡ്. രണ്ടും റിവേഴ്സ് ബയസ്ഡ് ആകുമ്പോൾ എന്തുണ്ടാവണം? 2 ജംഗ്ഷൻ കൂടി പാസ് ചെയ്ത് പോകുന്നത് എന്താണ്? മൈനോറിറ്റി കാരിയേഴ്സ് ആണ് അവിടെ
പാസ് ചെയ്ത് പോണ്. അപ്പൊ മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന ഫ്ലോ ഓഫ് കറന്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ എമൗണ്ടിലായിട്ടുള്ള കറണ്ട് ആണ് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ കട്ട് ഓഫ് എന്നാണ് പറയുന്നത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇത് വർക്ക് ചെയ്യുന്ന ഒരു ഓഫ് സ്വിച്ച് രൂപത്തിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫ് സ്വിച്ച്, നെഗ്ലിജിബിൾ എമൗണ്ട് ഓഫ് കറന്റ് അവിടെ ഫ്ലോ ചെയ്യണുള്ളൂ മൈനോറിറ്റി കാരിയേഴ്സ് ത്രൂ വരിക. അതുകൊണ്ട് ഇത് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയാ. ഇവിടെ ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് ഇത് വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഓൺ സ്വിച്ചും ഓഫ് സ്വിച്ചും പറഞ്ഞു. അപ്പോ BJT എങ്ങനെ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞു വെച്ചാൽ അതിന്റെ ഓപ്പറേഷൻ ഇതിന്റെ ഇടയിലൊക്കെ എടുക്കണം അല്ലെ. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഓൺ സ്വിച്ച് ആണെന്ന് പറഞ്ഞു, കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഓഫ് സ്വിച്ച് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ രണ്ടിന്റെ ഇടയിലാണ് സംഭവം കിടക്കുന്നത്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ നമ്മുടെ ഇത് നോക്കണമെന്ന് വെച്ചാൽ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും ഫോർവേഡ് ബയസ് ആണ് അല്ലെ. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും റിവേഴ്സ് ബയസ് ആണ്. അതായത് രണ്ടും ഫോർവേഡ് ബയസ് ആയിരിക്കുക ഓൺ ആവുമ്പോൾ, ഓഫ് ആക്കാന്ന് വെച്ചാൽ അത് രണ്ടും പെട്ടെന്ന് റിവേഴ്സ് ബയസ് ആവണം. സ്വിച്ച് ഓഫ് ആക്കി. പക്ഷെ ഈ ഫോർവേഡ് ബയസിന് ഒറ്റയടിക്ക് റിവേഴ്സ് ബയസ് ആവില്ല, അതിനൊരു ടൈം എടുക്കും. ഓക്കെ, ഫോർവേഡ് ബയസിന് റിവേഴ്സ് ബയസ് ആയി മാറണമെങ്കിൽ അതിനൊരു ടൈം എടുക്കും. മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് നമുക്ക് ഫോർവേഡ് ബയസിന് റിവേഴ്സ് ബയസ് ആക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്താ നടക്കുന്നത് വെച്ചാല് ഫുൾ സാച്ചുറേഷനിലേക്ക് പോവില്ല. സാച്ചുറേഷന്റെ അടുത്തെത്തുമ്പോഴേക്കും തിരിച്ച് നേരെ കട്ട് ഓഫിക്ക് വരുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് അവിടെ പരിപാടി നടക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്, BJT എങ്ങനെ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ സാച്ചുറേഷന്റെയും ഈ കട്ട് ഓഫിന്റെ ഇടയിലാണ് ഈ കളികൾ മൊത്തം നടക്കുന്നത്. ലാസ്റ്റ് പറയുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയസും കണക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസും. അതായത് നമ്മുടെ ആക്റ്റീവ് റീജിയന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ എന്താണ് നടക്കുന്നത്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആയിരുന്നു. അതിനെ ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞു. അവിടെ എന്താണ് മെയിൻ ആയിട്ട് ആംപ്ലിഫിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. എമിറ്റർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആയപ്പോൾ നമ്മൾ അതിനെ റിവേഴ്സ് ആക്റ്റീവ് എന്ന് പറയാം ഓപ്പറേഷന്. റിവേഴ്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻവേഴ്സ് ആക്റ്റീവ് എന്നും പറയാം. നമുക്ക് ഇതിനെ ഇൻവേഴ്സ് ആക്റ്റീവ് എന്ന് പറയാം. അതിന്റെ ഓപ്പറേഷൻ ഇൻവേഴ്സ് ആക്റ്റീവ് എന്ന് പറയാം. എന്ന് പറഞ്ഞു വെച്ചാല് എന്താണ് ഇവിടെ നടക്കുന്നത്? ഡി ആംപ്ലിഫിക്കേഷൻ ആണ്. നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാണ്, സിഗ്നലിന്റെ സ്ട്രെങ്ത് കൂട്ടാണ് ചെയ്യണത് ആക്റ്റീവ് റീജിയനിൽ. ഇവിടെ എന്താ ചെയ്യണം? അപ്പോ സിഗ്നലിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാണ് ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഡി ആംപ്ലിഫിക്കേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഡി ആംപ്ലിഫിക്കേഷൻ നമ്മളെ പറയുന്ന പേരാണ് അറ്റന്വേറ്റർ. ഓക്കെ, അപ്പൊ അറ്റന്വേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? കുറച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 ഓപ്പറേഷൻ എന്താണെന്ന് പഠിച്ചു വെച്ചു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിക്കൊക്കെ വീണ്ടും നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ തിയറി എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത്ര ക്ലിയർ അല്ല, ഞാൻ ഇന്നത്തെ പോർഷൻ ഇവിടെ നിർത്താണ്. ബിക്കോസ് ഇതൊരു ബേസ് ലെവലാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ബാക്കി ക്ലാസ്സസ് പഠിച്ച് തന്നെ പോകണം. കുറെ തിയറികൾ നമ്മൾ അവിടെ പഠിച്ച തിയറികളൊക്കെ ഇനിയും കയറി വരും. SSD ഒരു കുഴപ്പമാണ്. സെമി കണ്ടക്ടർ ഡിവൈസസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ബാക്കിയുള്ള ക്ലാസ്സസിലേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി പോവുള്ളൂ. എല്ലാം ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നോക്കി പഠിക്കാൻ നോക്കാം മാക്സിമം. ഓരോ ക്ലാസ് ഇപ്പൊ ലാസ്റ്റത്തെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് 1.5 അവർ വന്നിട്ടുള്ളൂ. ഇതിന് മുമ്പത്തെ 1-2 ക്ലാസ്സും 1.5 അവർ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്ലാസ്സും 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വന്നിട്ടുണ്ട്. അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. ആ ക്ലാസ്സസ് ഒക്കെ കയറി പഠിക്കും. അത് പഠിച്ചു വന്നിട്ട് നമുക്ക് നേരെ സുഖമായിട്ട് കയറി പോർഷൻസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. പോർഷൻസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്റെ നമ്പറിൽ നേരിട്ട് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം. എന്റെ നമ്പർ 8891102345. ഈ നമ്പറിൽ നേരിട്ട് വാട്സപ്പ് ചെയ്ത് ചോദിച്ചാലും മതി. അപ്പൊ തന്നെ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ അല്ലെങ്കിൽ മാക്സിമം നെക്സ്റ്റ് ഡേ തന്നെ റിപ്ലൈ തരാൻ ശ്രമിക്കാന്നല്ല, റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇന്നത്തെ പോർഷൻസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നിട്ട് ചോദിച്ചാൽ മതി. നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
ക്ലിയർ അല്ലേ ഇതുവരെ ഉള്ളത്? നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അപ്പോ നോക്കാം. ഓക്കെ അല്ലേ? ക്രിസ്റ്റീന ഒന്നും മിണ്ടിയിട്ടില്ല. മൃദുല, നഹീദ, ജിഷമോൾ, ചിന്നു, മിനി, അശ്വിൻ, ഷഹീന, കുറെ പേര് പുതിയ വന്ന ആളുകളാണ്. ഞാൻ മുമ്പ് നമ്മളെ ഇതിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാലും ചോദിക്കാം. നമുക്ക് പോർഷൻസ് ക്ലിയർ ചെയ്ത് തന്നെ പോകാം. ഈ പറഞ്ഞ പോലെ അശ്വിനെ ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. അശ്വിനെ ടെൻഷൻ ആവണ്ട. ഇത് കേട്ടിട്ട് കുറെ പോർഷൻസ് കവർ ചെയ്യുന്നതിന് സിമ്പിൾ ആയിട്ട് ഇപ്പോഴത്തെ ടൈമിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാവുന്നതുള്ളൂ. പോർഷൻസ് കഴിഞ്ഞു പോയതൊക്കെ എല്ലാ ക്ലാസിന്റെ റെക്കോർഡർ അതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ക്ലാസ്സസ് എടുത്ത് നോക്കിയെന്ന് വെച്ചാല് ഫോൾഡറിൽ തന്നെ ഒന്ന് ലൈവ് സെക്ഷൻ ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഫോൾഡർ ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അപ്ലോഡ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇപ്പൊ എന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ ആകുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്ത ക്ലാസ് വരും. ഈ ലെങ്തി ക്ലാസ്സസ് ഒക്കെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വീണ്ടും കയറ്റുന്നുണ്ട്. ആ ക്ലാസ് ഇപ്പൊ ഈ ആഴ്ച മൊത്തം എന്തായാലും 2-3 ദിവസം കൊണ്ട് തന്നെ മൊത്തം കയറിയിട്ടുണ്ടാവും. ലാസ്റ്റത്തെ കുറച്ച് ക്ലാസ്സസ് കയറ്റാനുണ്ടെന്ന് തോന്നുന്നു. അപ്ലോഡർ ആണ്, ഫോൾഡർ ആക്കി ഇട്ടാൽ മതി. അപ്പൊ ആ ക്ലാസ്സസ് മൊത്തം ഉണ്ട്. ആ ക്ലാസ്സസ് ആണ് കൂടുതൽ കാണേണ്ടത്. ലൈവ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡർ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സബ്ജക്റ്റുകളുടെ ഉള്ളിൽ തന്നെ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട് ക്ലാസ്സസ്. അപ്പൊ ആ ക്ലാസ്സസ് കുറച്ചും കൂടി കാണുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. മറ്റേ ലൈവ് സെക്ഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ഒരു ഓർഡർ ഇല്ലാണ്ടാവും എടുക്കുന്നുണ്ടാവും. അപ്പൊ പേര് തോന്നിയ പോലെയാവും എടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന് പകരം മാറ്റി നമ്മൾ ലൈവ് സെക്ഷൻ എന്നുള്ള ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. അതിൽ കയറി ക്ലാസ്സസ് കണ്ടാൽ മതി. ക്ലിയർ ചെയ്ത് പോവുക. എന്ത് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. നമ്മൾ ഇവിടെ ഇതിനു വേണ്ടി ഇരിക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി, ഫസ്റ്റ് റാങ്ക് ഉണ്ടാക്കുക. വെറുതെ ലിസ്റ്റില് വന്നുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ വട്ടം ഇപ്പൊ നമ്മുടെ SSD ആണ്, സെമി കണ്ടക്ടർ ഡിവൈസസ് തന്നെയാണ് നമ്മളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് ലിസ്റ്റിൽ വന്നുകൊണ്ട് കാര്യം. ഇപ്പൊ എന്നെ വിളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കോളുകൾ ഫോർവേഡ് ചെയ്ത് എന്റെ അടുത്തേക്ക് വരാറുണ്ട്. അത് വരുമ്പോൾ ലിസ്റ്റിൽ കയറിയിട്ടുള്ള ഒരുപാട് പേരുകൾ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്, പക്ഷെ അഡ്വൈസ് വന്നിട്ടില്ല. അതാണ് അവന്റെ പ്രശ്നം. അപ്പോ ഈ പറഞ്ഞൊരു ഇതിന് നമ്മൾ നോക്കുമ്പോൾ ഒരു 95 അഡ്വൈസ് ഒക്കെ ഷുവർ ആയിട്ട് പോയിട്ടുണ്ട്. ഇനിയും കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. ആ ലിസ്റ്റിന്റെ വാലിഡിറ്റി തീർന്നിട്ടില്ല. അപ്പോൾ വാലിഡിറ്റി തീരുമ്പോഴേക്കും മാക്സിമം ആൾക്കാരെ വിളിക്കുന്നുണ്ടാവും. പിന്നെ അതിന്റെ സിഗ്നേച്ചർ വാക്കൻസി വീണ്ടും വാക്കൻസീസ് വരും. നമ്മളിപ്പോ ഒരു പ്രതീക്ഷിക്കുന്നത് ഇനി വരുന്ന എക്സാം കഴിഞ്ഞിട്ട് എന്തായാലും ഒരു 10-40 പേര് എന്തായാലും എടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആ 40 പേരിൽ നമ്മുടെ ആളുകൾ തന്നെ വരണമെന്ന് നമുക്ക് നല്ല നിർബന്ധമുണ്ട്. നമ്മൾ അതേപോലെയാണ് ക്ലാസ് തരുന്നത്. അതേപോലെ നിങ്ങൾ കറക്റ്റാക്കി ഇരുന്ന് പഠിക്കുക. നമുക്കത് പറ്റും. ബാക്കിയുള്ളവർക്ക് പറ്റുന്നില്ല, നമുക്ക് പറ്റാതെയൊന്നുമില്ല. ഒരാൾക്ക് പറ്റുന്ന വെച്ചാൽ നമുക്കും എന്തായാലും പറ്റും, വേറൊരാൾക്ക് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഈ ലിസ്റ്റിൽ തന്നെ വരണം. ഈ 40 പേർക്ക് അഡ്വൈസ് പോകണമെന്നിട്ട് ആ 40 പേര് നമ്മുടെ കുട്ടികൾ തന്നെയായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഇതിന് ഞങ്ങൾ തയ്യാറാ. ഞാൻ ഇവിടെ ഉണ്ട്, പ്രിൻസിപ്പൽ സാർ ഇവിടെ ഉണ്ട്, സജിത് സാർ ഉണ്ട്, എല്ലാവരും, രാജു സാറുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇന്ന് തന്നെയാണ് മെനക്കെട്ടിരിക്കുന്നത്. നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യും നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളോ എന്ത് സംഭവമാണെന്ന് വെച്ചാലും നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ. നമുക്കത് ക്ലിയർ ആക്കാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ നിർത്തണം. മിനിയുടെയും ഫസ്റ്റ് ക്ലാസ് ആണല്ലേ. മിനി ഇത് തന്നെ. ഇപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും ഒന്നും കൂടി പറയാണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന്റെ കംപ്ലീറ്റ് ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. മുക്കും മൂലും വെച്ചിട്ട് ചോദിക്കാവുന്ന തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി കംപ്ലീറ്റ് ആക്കാം. ബാക്കിയുള്ള പോർഷൻസ് കണ്ടിന്യൂസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഞാനിപ്പോ സെമി കണ്ടക്ടർ ഡിവൈസസ് എടുത്ത് ഇനി നേരെ അനലോഗിക്ക് കയറാണ് നേരെ. ഓക്കെ, അപ്പൊ അനലോഗിക്ക് കയറുമ്പോൾ ഇതൊക്കെ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങോട്ട് വരാണ് സംഭവങ്ങള്. എല്ലാ പോർഷൻസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റഡ് ആണ്. ഇനി അനലോഗിക്കാണ് കയറാൻ പോകുന്നത്. അപ്പോ ഈ സാധനങ്ങൾ മൊത്തം വരും. അതായത് ഇതിന്റെ റെക്കോർഡിങ്, അശ്വിനെ റെക്കോർഡിങ് ഇതിന്റെ ലൈവ് സെക്ഷൻ എന്ന് പറഞ്ഞ ഇതില് ഇന്നൊരു 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ സാധാരണ കയറേണ്ടതാണ്. പെട്ടെന്ന് തന്നെ കയറും അതിക്ക്. അപ്പൊ ഈ ക്ലാസിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതില് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്ത വേർഷൻ വിത്തിൻ 2 days ആണ് കയറുന്നുണ്ടാവുള്ളൂ. അത് നമുക്ക് ഡൗൺലോഡ് ഇതിന്ന് ആപ്പിൽ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ടൈം ഡിലേ ഉണ്ടാവാറുണ്ട്. ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വേറെ ഡിവിഷനാണ് അത് നേരെ കോപ്പി ചെയ്ത് തരുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിനുള്ള ഒരു ടൈം മാത്രം എടുക്കും. അല്ല ലൈവായിട്ട് തന്നെ നേരെ കയറും. ലൈവായിട്ടുള്ളത് ഞാൻ നേരെ കാണേണ്ടത് പറഞ്ഞത് അതൊരു കണ്ടിന്യൂ ആയി. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ മുമ്പത്തെ ക്ലാസ് ഓർഡർ ഉണ്ടാവില്ല. അതെങ്ങനെ തപ്പെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു തുടങ്ങാം. എല്ലാ സബ്ജക്റ്റും പഠിച്ചു തുടങ്ങാം.
നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഈ ഒരു എക്സ്ട്രീം പോളി എന്നുള്ള പോസ്റ്റ് നമുക്ക് കിട്ടും. അതിനു വേണ്ടി തന്നെ നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ അല്ലേ, നമുക്ക് നിർത്തല്ലേ ഇന്നത്തെ ഒരു സെക്ഷൻ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. അപ്പൊ എല്ലാവരോടും ഗുഡ് നൈറ്റ്. ഹായ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനായി എഞ്ചിനീയറിംഗ് PSC പുതിയ അനൗൺസ് ചെയ്യുന്ന കോഴ്സാണ് ലൈഫ് സേവർ AE ബാച്ച്. ഈ ലൈഫ് സേവർ AE ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സസും വീക്കിലി എക്സാംസും ടെക്സ്റ്റ് ബുക്കോട് കൂടിയാണ് നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള ഈ കോച്ചിങ് തരുന്നത്. ECയിൽ 1ാം റാങ്ക് മേടിച്ച അതേ കോഴ്സിന്റെ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ സ്ട്രക്ചറിൽ തന്നെയാണ് ഈ കോഴ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാർച്ച് 1 മുതലാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഡെയിലി നമ്മുടെ ആപ്പിൽ സ്റ്റാർട്ട് ആകുന്നത്. അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ നമ്മുടെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. യു ക്യാൻ സീ ദാറ്റ്. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്.